ഇതാരെക്കുറിച്ചാണ് പറയണത്? പൗലോസ്ലീഹയുടെ കാര്യം മാത്രമായിരിക്കും അത് നമ്മുടെ ഉണ്ടോ അതിനകത്ത്? ആരുടെ മഹത്വത്തിനായിട്ട്? നമ്മുടെയോ? നമ്മളിത്ര മഹത്വമുള്ള ആൾക്കാരാണോ? നമ്മളാരാ? ദൈവമക്കളാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ അവകാശികളാണ്. ഈ പുതിയ നിയമത്തിൻ്റെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, കർത്താവ് പറഞ്ഞേക്കാണ്, നിങ്ങളുടെ പാപങ്ങൾ ഞാൻ ഓർക്കുക പോലും ഇല്ല. കർത്താവ് ഈശോമിശിഹ എല്ലാവരുടെയും പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ ഓർമ്മ പോലും ഇല്ലാതാക്കിയിട്ടുള്ളത്. കേട്ടോ? ഇനി നമ്മൾ കൗൺസിലിങ്ങിന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരുടെയും പാപം കണ്ടുപിടിക്കാൻ പലർക്കും ലൈസൻസ് തന്നിട്ടുണ്ടോ? ഇന്ന പാപങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ പറയണത് എന്താ? നിങ്ങളുടെ പാപങ്ങൾ ഞാൻ കർത്താവ് ഓർക്കണില്ല, പിന്നെ നമ്മളെന്തിനാ ഓർക്കണേ? അപ്പോൾ കൗൺസിലിംഗ്, അപ്പം ഇതൊക്കെയാണ് നമ്മൾ പരിശുദ്ധാത്മാവ് എൻ്റെ വരങ്ങൾ, പരിശുദ്ധാത്മാവ് നൽകുന്ന ദർശനം. കേട്ടോ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ മഹത്വത്തെ കാണിക്കാൻ വേണ്ടി. നമ്മുടെ മഹത്വം ദൈവം നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു, ഇനി അത് ഓർക്കുക പോലുമില്ല എന്നാ പറയണത്. പാപമോചനത്തിനുള്ള ഏക മാമോദീസായിൽ ഞാൻ വിശ്വസിക്കുന്നു. മാമോദീസായിലൂടെ എന്ത് സംഭവിച്ചു? പാപമോചനം, പൂർണ്ണമായ പാപമോചനം കിട്ടും. കുർബാനയിൽ എന്ത് സംഭവിക്കുന്നു? പാപമോചനം കിട്ടുന്നുണ്ടോ? എന്താരും ഒന്നും മിണ്ടാത്തെ? 33 പ്രാവശ്യം കുർബാനയിൽ പറയുന്നുണ്ട്. നമ്മുടെ സീറോ മലബാർ കുർബാനയിൽ ഇത് നിങ്ങളുടെ പാപങ്ങളെ കടങ്ങളും പുറത്ത് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതം. അങ്ങനെയല്ല, കുമ്പസാരിക്കണം. അത് പറയാം, ധൃതി പിടിക്കല്ലേ. അപ്പോ എന്താ പറഞ്ഞ? പെട്ടെന്ന് അതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ കുമ്പസാരമാണോ കുർബാനയാണോ ഏതാ വലുത്? പരിശുദ്ധ കുർബാന. അതെന്താ അത് വലുതാവാൻ കാരണം? അത് അപ്പോൾ പിന്നെ ഈ കുമ്പസാരിച്ച് നല്ല വിശുദ്ധിയിലല്ലാണ്ട് കുർബാന സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ഏതാ വലുത്? വിശുദ്ധിയോടെ സ്വീകരിക്കണം. അപ്പോൾ വിശുദ്ധീകരിക്കുന്നത് ആരാ? വിശുദ്ധീകരിക്കുന്നത് ആരാ? ഈശോ. ഈശോ എങ്ങനെയാണ് വിശുദ്ധീകരിച്ചേ? ഈശോ എങ്ങനെയാണ് നമ്മളെ വിശദീകരിച്ചേ? തൻ്റെ ജീവൻ കുർബാനയാക്കിയപ്പോഴല്ലേ വിശദീകരിച്ച്? തൻ്റെ ജീവൻ ബലിയർപ്പിച്ചപ്പോഴല്ലേ വിശദീകരിച്ച്? ആ ബലിയല്ലേ ഇവിടെ അർപ്പിക്കണത്. അപ്പോൾ ബലിയർപ്പണത്തിൽ എന്താ സംഭവിക്കുന്നത്? വിശദീകരണം. ഇതിൻ്റെയൊക്കെ ഒരു കണക്ക് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന മോസ്റ്റ് ബ്ലെസ്സഡ് സാക്രമെൻ്റ് എന്ന് പറയുന്നത് എല്ലാ കൂദാശകളിലും ഏറ്റവും വലിയ കൂദാശയാണ്. മറ്റുള്ള കൂദാശകളിൽ കൃപ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും വിശുദ്ധ കുർബാനയിൽ കൃപ മാത്രമല്ല, കൃപയുടെ ദാതാവിനെ കൂടി കിട്ടുകയാണ്. കൃപയുടെ വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ കൂദാശ. പക്ഷേ നമ്മൾ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല. കാരണം നമ്മൾ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കണേ ഇല്ല.
നമ്മൾ ഇവിടെ ഈ താൽക്കാലിക പരിപാടികളിൽ ഇങ്ങനെ നടക്കാം. അപ്പം മഹത്വമാണ് ദൈവം നമുക്ക് തരുന്നതും തന്നിരിക്കുന്നതും. മാമോദീസായാലും നമ്മൾക്ക് മഹത്വമാണ് കിട്ടിയിരിക്കുന്നത്. മോശയ്ക്ക് കർത്താവ് പറഞ്ഞു മോശയോട്, ഞാൻ നിൻ്റെ മുൻപിലൂടെ പോകും, പക്ഷെ നീ എൻ്റെ മഹത്വം കാണില്ല. മോശയുടെ കുറവുകൊണ്ടൊന്നും അല്ലാതെ അത് സമയത്തിൻ്റെ ഓരോ കാലയളവിലാണിത് വെളിപാടുണ്ടാകും. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ പറയുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. മോശയ്ക്ക് ദർശിക്കാൻ പറ്റാഞ്ഞത്. പക്ഷെ അത് കണ്ട് മോശ എന്നാ ദർശിച്ചത്? മോശ ദർശിച്ചത് ഈ വചനം മാംസമായ യേശു മലമുകളിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മോശയും ഏലിയായും വന്നു. മോശ യേശുവിൻ്റെ മഹത്വം ദർശിച്ചു. അപ്പോൾ യേശു മനുഷ്യനായി അവതാരം ചെയ്തപ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നത് നമ്മൾ. ആ മലമുകളിൽ മോശയും ഏലിയായും യേശു. പെട്ടെന്ന് പത്രോസിന് ഇപ്പം നമ്മളൊക്കെ പറയണ മാതിരി ഒറ്റ ചാട്ടത്തിൽ പറഞ്ഞു, നമുക്ക് 3 കൂടാരം പണിയാന്ന് പറഞ്ഞു. അപ്പം പത്രോസ് ഈ യേശുവിനെ ആരുടെ കൂടെ കണക്കാക്കി? മോശയുടെയും ഏലിയായെയും പോലെയുള്ള ഒരാൾ. ശ്രദ്ധിക്കണേ, അമ്മച്ചിമാർക്ക് ഉറക്കം വരുന്നുണ്ടോ? ചട്ടിയും കലവും വിട്ടുന്ന് 3-ാമത്തെ ദിവസമാണ്. അത് ഭയങ്കര ഒരു ഐഡിയ ആണില്ലേ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ ഒരാഴ്ചത്തേക്കൊക്കെ ചട്ടിയും കലത്തിൽ നിന്ന് അങ്ങ് വിടുക. ഒരാഴ്ച ഞങ്ങൾക്ക് റെസ്റ്റ് വേണം. ഞങ്ങൾ വീട്ടമ്മമാർക്ക് ഒരാഴ്ച റെസ്റ്റ് വേണം. ചട്ടിയും കലത്തിൻ്റെ ലോകത്തിൽ നിന്ന് കർത്താവിൻ്റെ ലോകത്തിലേക്ക് പോരണാൻ വേണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഐഡിയ. കാരണം നിങ്ങൾക്ക് അല്ലാണ്ട് എങ്ങനെ ഒരു റെസ്റ്റ് കിട്ടും? നമുക്ക് പോലെ ഹോട്ടലിൽ പോയി ജീവിക്കാനായിട്ട് പറ്റുമോ? നമുക്കപ്പോൾ ധ്യാനകേന്ദ്രത്തിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഒരാഴ്ച ഈ ചട്ടിയും കലത്തിൻ്റെയും ലോകത്തിൽ നിന്ന് മാറണം. അങ്ങനെ ഇടയ്ക്ക് നിങ്ങൾ ഇത് നിങ്ങളുടെ ഭർത്താവിനെയും മക്കളെയും ഒന്നും സംഭവിക്കാൻ പോണില്ല. അവരെങ്ങനെയെങ്കിലും അവിടെ ജീവിച്ചോളും കേട്ടോ. കുറച്ച് വചനവും പഠിച്ച് ധ്യാനിച്ച് ഒന്ന് വിശ്രമിച്ച് വല്ലവരും ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ചിരിക്കുന്നു. പക്ഷേ പ്രശ്നം ഉറക്കം വരിക എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു 2-3 ദിവസം സാരമില്ല. ഇനി ചെല്ലുമ്പോൾ തന്നെ ഈ ഗോൾഡൻ റൂള് ഭർത്താവിനോടൊന്ന് പറയണം. ഇങ്ങനെ ബ്രദർ ഇങ്ങനൊരു ഗോൾഡൻ റൂള് പറഞ്ഞു, സുവർണ നിയമം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഭർത്താവ് ചോദിക്കും, അതെന്തിട്ടാണ് നീ പറയണതിൻ്റെ ഉദ്ദേശം എന്ന് പറയണത്? നിങ്ങൾ എനിവേ ഇപ്പം എല്ലാ ദിവസവും രാവിലെ ഞാൻ ചായ ഉണ്ടാക്കി തരുന്ന പോലെ ഇടയ്ക്കൊന്ന് എനിക്കും ചായ ഉണ്ടാക്കി തന്നു അയച്ച് ദൂഷ്യമൊന്നുമില്ല. എനിവേ ഈ പറയുന്ന ആശയം ഞാനിതൊരു പറയുമ്പോൾ ഒരു വിമർശന രൂപത്തിൽ വരണം പോണ്ടോ? കുഴപ്പമില്ല അല്ലേ? നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ തന്നെ. അതാ മാമോദീസയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴേ ശരിക്കും മനസ്സിലാവുള്ളൂ. പക്ഷെ ആ താബോർ മലയിൽ അന്ന് ഈ മഹത്വം ദർശിച്ചിട്ട് പോലും പത്രോസ് പറയാണ്, നമുക്ക് 3 കൂടാരം പണിയാം എന്ന് പറയണത് പലരും വലിയ കാര്യമായിട്ട് എടുത്തേക്കണത്. അതിന് വലിയ കാര്യമൊന്നുമില്ല. അതിങ്ങനെ മനസ്സിലാക്കണം. ശ്രദ്ധിച്ചോ? അതാണ് ഞാൻ ഉറങ്ങണ്ടേ ഇപ്പോൾ
വലിയൊരു കാര്യം പറയാൻ പോകണമെന്ന് കൈവീശി കാണിച്ച്. കൈവീശുക എന്ന് പറഞ്ഞാൽ അടുത്ത ആളുടെ തലയിലൊന്ന് തട്ടി, എടുത്ത ആളുടെ തോളിലൊന്ന് തട്ടിയിട്ട് വേണം കൈ വീശാൻ. മനസ്സിലായോ? ശരിക്കും വീശിയേ. जय बोलो यीशु मसीहा की जय बोलो, जय बोलो यीशु मसीहा की जय बोलो. कई अടിച്ചു പാടാ. यीशु मसीहा की जय बोलो. बोलो प्रभु यीशु क्रिस्त की. ഇനി അടുത്തൊന്നും ഉറങ്ങൂല. हमारे मुक्तिदाता की, राजराजेश्वर की. ഇങ്ങനെയാണ് ഹിന്ദി നാട്ടിലൊക്കെ. ആലോചിച്ച് നോക്കിയ 10,000-10,000 പേരുടെ കൺവെൻഷനിൽ അല്ലെങ്കിൽ 30,000 പേരുടെ കൺവെൻഷനിൽ ഇങ്ങനെ ഒരു ജയ് വിളിക്കുമ്പോൾ ഭയങ്കര രസമാണ്. അവർക്ക് ഭയങ്കര ലഹരിയാണ് ജയ് വിളിക്കാൻ. ഓക്കെ, അപ്പം ശ്രദ്ധിക്കണേ, ഒരു കാര്യം പറയാൻ പോകുന്നത്. ഈ മോശയും ഏലിയായും ആരെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും. ഇങ്ങനെ എന്നെ പോലെയുള്ള മറ്റൊരു പ്രവാചകൻ നിങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും. അപ്പോൾ മോശയും ഏലിയായും ഈ മോശ പറഞ്ഞിരുന്ന കാനാൻ ദേശം എന്ന് പറയുന്നത് ഈ വരാനിരിക്കുന്ന ദൈവരാജ്യമാണ്. ആ കാനാൻ ദേശത്ത് നിങ്ങൾ തേനും പാലും ഭക്ഷിക്കും എന്ന് പറയുന്നത് ഒരു ദേശത്ത് ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും ആസ്വാദ്യകരമായ ഭക്ഷണം. നിങ്ങൾ കേരളത്തിൽ ചെന്നാൽ പാൽപ്പായസം കിട്ടും എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ഡെസേർട്ട്, ഏറ്റവും ആസ്വാദ്യമായ ഭക്ഷണമാണ് പാൽപ്പായസം എന്ന് പറയാമോ? അല്ലേ? അതോ കള്ളോ? ഇപ്പം കള്ളിന് മധുരമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പാൽപ്പായസം. അപ്പോൾ അത് ഒരു പാൽപ്പായസം എന്ന ഒരു മെറ്റീരിയലിൻ്റെ ഉദ്ദേശത്തിലല്ല അവിടെ പറയണത്. ആ നാട്ടിൽ അത്രയ്ക്ക് ആ നാടിന് ഒരു സമ്പുഷ്ടി ഉണ്ടെന്നുള്ളതാണ്. കേരളം പാൽപ്പായസം. അപ്പം ആ നാട്ടിൽ ഒരു പ്രത്യേക ഭക്ഷണമുണ്ട്. പക്ഷെ ആ നാട്ടിൽ ചെന്നാലേ കിട്ടും. എന്ന പോലെയുള്ള ഒരു കാര്യമാണ് ഈ കാനാൻ ദേശത്ത് ചെന്നാൽ എന്ത് കിട്ടും? അവിടെ തേനും പാലും കിട്ടും. അപ്പൊ ഇതെല്ലാം ആത്മീയ അർത്ഥമാണ്. നമ്മൾ അതിനൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം ഒരു സ്ഥലം. ഇപ്പൊ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ ഓഹരി നിനക്ക് അഭികാമ്യമായത് ഞാൻ അളന്നു തന്നിരിക്കുന്നു. നമുക്ക് അളന്നു തന്നെന്ന് പറഞ്ഞാൽ അപ്പൻ്റെ സ്വത്ത് നമുക്ക് അളന്ന് കിട്ടുന്നതാണ്. കുറ്റിയടിച്ച് മതിൽ കെട്ടി നമ്മുടെ ആയി, രജിസ്റ്റർ ചെയ്ത് പോക്കുവരവ് നടത്തി അളവ്. പക്ഷേ ഇതെല്ലാം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ വേറെ ഏത് തരത്തിൽ ചിന്തിക്കണം? ആത്മീയമായ അർത്ഥത്തിൽ ചിന്തിക്കണം. പക്ഷെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ഇവിടുത്തെ ഭൗതികമായ വാക്കുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം ആത്മീയമാണ്. അതാണ് കടുകുമണി. പക്ഷെ സംഭവം പറഞ്ഞു വന്നപ്പോൾ എന്താ കടുകുമണി എന്നുള്ളത്? പുളിപ്പ്. അപ്പം ആ കാനാൻ ദേശം എന്ന് പറയുന്നത്, ഈ പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറയുന്നത്, വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്നത് അബ്രാഹത്തിനോട് ദൈവം വാഗ്ദാനം ചെയ്ത ദൈവരാജ്യമാണ്. ആ ദൈവരാജ്യത്തിൽ തേനും പാലും ഭക്ഷിക്കുവാൻ തരുന്നു എന്ന് പറയുന്നത് ദൈവത്തെ തന്നെ തൻ്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണമായി നൽകുമെന്നതാണ്. ഇനി അതിലും വലുത് എന്തെങ്കിലും ദൈവത്തിന് തരാനുണ്ടോ? ഭക്ഷണമായിട്ട് ഉണ്ടോ ദൈവത്തിൻ്റെ കയ്യിൽ? അതാണ്.
അപ്പൊ ഇതിനെക്കുറിച്ചുള്ള മുൻകാല പ്രവചനങ്ങളാണ് മോശയും ഏലിയായും എല്ലാം ചെയ്തത്. അപ്പൊ ആ പ്രവചനങ്ങൾ അനുസരിച്ചുള്ള കാനാൻ ദേശത്തിന്റെ വരവായി, അതായത് ദൈവരാജ്യത്തിന്റെ. ആ ദൈവരാജ്യത്തിൽ ആരാണ് ഇവിടെ വന്നിരിക്കുന്നത്? അതുകൊണ്ടാണ് പത്രോസ് പറയാണ്, നമുക്ക് മോശയ്ക്കും ഏലിയായ്ക്കും യേശുവിനും കൂടി 3 ടെൻ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ വേറൊരു ടെൻ്റ് അവരെ അങ്ങ് മൂടി. ഏത് ടെൻ്റാണ് അവരെ മൂടിയത്? മേഘം. ഈ ടെൻറ്റിനെന്താ മലയാളത്തിൽ പറയാം? കൂടാരം. കൂടാരം 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 മോശയുടെ ഒരു ഫിനോമിനയാണ് കൂടാരം, ഇല്ലേ? അതാണ് കൂടാരം, ഒരു കൂടാരം. അതുകൊണ്ടാണ് പത്രോസ് നമുക്ക് 3 കൂടാരം ഉണ്ടാക്കാം. ഒക്കെ മോശയുടെ ആ ആശയമാണ്. മോശയ്ക്ക് കാലത്തുള്ള സിമ്പിൾസാണ് കൂടാരം. കൂടാരത്തിൽ കർത്താവ്, കൂടാരത്തിന് മീതെ മേഘം. കൂടാരത്തിന് മീതെ മേഘം വരുമ്പോൾ ഉടനെ അവർക്ക് മനസ്സിലായി കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ വരവായി. അപ്പം അതേ സിമ്പിളിലൂടെ ഇവിടെ മേഘം വന്നിരിക്കണു എന്ന് പറഞ്ഞാൽ കർത്താവ് തന്നെ, ത്രിത്വൈക ദൈവത്തിൻ്റെ ആവാസം. ആ ത്രിത്വൈക ദൈവത്തിൻ്റെ ആവാസത്തിൻ്റെ നടുവിൽ ഇവരങ്ങ് ഒന്നും കാണാൻ പറ്റില്ല, അത്രയ്ക്ക് കൂരിരട്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം. എന്താണ് ആ ശബ്ദം പറയുന്നത്? എന്താ ശബ്ദം പറയുന്നത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവിൻ. ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കണം. അതായത് പത്രോസിനോട് പറയുകയാണ്, മോശയും പ്രവാചകന്മാരും ആരെക്കുറിച്ച് പറഞ്ഞോ അവനിതാ വന്നിരിക്കുന്നു, അവനാണ് എൻ്റെ പ്രിയപുത്രൻ. ഇനി നിങ്ങൾ അവനെ ശ്രവിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ, ഇനി നിങ്ങൾ മോശയും ഏലിയായെയും പറയണതല്ല ശ്രവിക്കേണ്ടത്, ഇവൻ പറയുന്നതാണ് ശ്രവിക്കേണ്ടത്. കറക്റ്റായോ? ഫിറ്റായില്ലേ? ഇതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ നിങ്ങൾ അവൻ്റെ മഹത്വത്തിൽ പങ്കാളിയാകും. മോശയെ ശ്രവിച്ചാൽ മഹത്വം കിട്ടുമോ? മഹത്വം കിട്ടില്ല. അതതിൻ്റെ ഒരു നിഴൽ മാത്രമായിരുന്നുള്ളൂ, അതിൻ്റെ ഒരു പ്രാരംഭ ദശയായിരുന്നുള്ളൂ. മോശയുടെ ഒരു കുറ്റവും കൊണ്ടല്ല പ്രോമിസ്ഡ് ലാൻഡിൽ കയറാതിരുന്നത്. നമ്മൾ വിചാരിച്ചിരിക്കണം മോശ പറഞ്ഞത് കേൾക്കാഞ്ഞ കാരണം പ്രോമിസ്ഡ് ലാൻഡിൽ കാനാൻ ദേശം എന്ന് പറയുന്നത് ഒരു ഭൗതികമായ ഒരു ജിയോഗ്രഫിക്കൽ ലാൻഡല്ല, അതൊരു സ്പിരിച്വൽ ലാൻഡാണ്. അതാണ് സ്വർഗരാജ്യം. ആ സ്വർഗരാജ്യം സ്ഥാപിതമാകുന്നത് കർത്താവ് യേശു മിശിഹായുടെ വരവിലൂടെയാണ്. അതിനു മുൻപ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവിടെ കാണുന്നതാണ് കാനാൻ ദേശം. അതായത് അവരെല്ലാം വിശ്വാസത്തിലൂടെ അതിനെ കണ്ടിരുന്നു. വിശ്വാസത്തിലൂടെ അവർക്ക് നല്ല വിശ്വാസമായിരുന്നു, ഇങ്ങനെ ഒരു നാട് വരും, ഇങ്ങനൊരു ദേശമുണ്ടാകും, അവിടെ ഇതുപോലെ സമൃദ്ധി ഉണ്ടാകും. സങ്കീർത്തനങ്ങളിലെല്ലാം അതിനെക്കുറിച്ചൊക്കെ പാടുന്നത് കേൾക്കണം. പക്ഷെ അത് യുഗാന്ത്യപരം, ഈ കാനാൻ ദേശത്തിൻ്റെ അവസാനം പുതിയ ആകാശം പുതിയ ഭൂമിയും വരുമ്പോഴാണ് അത് പൂർണ്ണമാകുള്ളൂ. അത് 65-ാം സങ്കീർത്തനത്തിൽ അവസാന ഭാഗം ഒന്ന് പാടിയൊന്ന്, സമൃദ്ധി ചൊരിയുന്ന ദൈവം 65-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ഈ മേച്ചിൽ പുറങ്ങൾ ആട്ടിൻ കൂട്ടങ്ങളെ കൊണ്ട് ആവൃതമാകുന്നു, അതിന് താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, സന്തോഷം കൊണ്ടവ ആർത്തുപാടുന്നു. താഴ്വരകൾ ധാന്യങ്ങൾ കൊണ്ട് മൂടി. ഇത് കൊയ്ത്തിന്റെ പശ്ചാത്തലമാണ്, കൊയ്ത്തുകാലമാണ്. പക്ഷെ കൊയ്ത്തുകാലമാണ് ഇവിടെ പ്രകീർത്തിക്കുന്നതെങ്കിലും ആ കൊയ്ത്തുകാലത്തിന്റെ ആത്മീയ അർത്ഥം എന്താണ്? യുഗാന്ത്യത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ സമൃദ്ധി. ധാന്യമെല്ലാം കളപ്പുരകളിൽ ശേഖരിക്കും, പതിരെല്ലാം
കത്തിച്ച് കളയും. പക്ഷെ നമ്മൾ ആ കത്തിച്ച് കളയനെ കുറിച്ച് ചിന്തിക്കേണ്ട, നമ്മൾ ഈ ധാന്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. ഏതുപോലെ ആയിരിക്കും ഇസ്രായേലിൽ കൊയ്ത്തുകാലം വരുമ്പോൾ ഉണ്ടാവുന്നൊരവസ്ഥ കണ്ടോ? നല്ല ഇപ്പം നമ്മളുടെ ഇവിടെ പാടമൊന്നും അധികം ഇല്ലല്ലേ. മുമ്പ് ഒരുപാട് പാടമുണ്ടായിരുന്നപ്പോൾ കൊയ്ത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ആഘോഷമാണില്ലേ. കൊയ്ത്തുകാർ പാട്ടും ബഹളവും കറ്റയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കൂമ്പാരം പോലെ ധാന്യം കടന്ന ഒരു കാലഘട്ടമൊക്കെ നിങ്ങൾ ഓർമ്മയുണ്ടോ ഇല്ലയോ? അപ്പോൾ ആ കാലഘട്ടത്തെ കണ്ടിട്ട് അവർ പാടുകയാണ്. ഒരു വശത്ത് മറുവശത്താണെങ്കിൽ ഈ മലയോരത്ത് ആ മലയുടെ മുകളിൽ ആട്ടും പറ്റങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് സമൃദ്ധിയുടെ മറ്റൊരവസ്ഥയാണ്. പക്ഷെ ഇതെല്ലാം പാടുമ്പോൾ നമ്മൾ വിചാരിക്കരുത് അവർക്കൊക്കെ നമ്മളതിനെല്ലാം മനസ്സിലാക്കേണ്ടത് മഹത്വത്തിൻ്റെ അടയാളങ്ങളായിട്ടാണ്. ഒന്ന് പാടിയൊന്നുകൂടി. സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ടു മകുടം ചാർത്തുന്നു, അങ്ങയുടെ രഥത്തിന്റെ ചാലുകൾ പുഷ്ടി പൊഴിക്കുന്നു, മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ സമൃദ്ധി ചൊരിയുന്നു, കുന്നുകൾ സന്തോഷമണിയുന്നു, മേച്ചിൽ പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് ആവൃതമാകുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ടു മൂടിയിരിക്കുന്നു, സന്തോഷം കൊണ്ടവ ആർത്തു പാടുന്നു. ഇത് നാളെ പാടുള്ളൂ ഈ സങ്കീർത്തനം, അവസാന ദിവസത്തെ സങ്കീർത്തനം. അത് അപ്പം നിങ്ങളങ്ങ് തുള്ളിച്ചാടി ഡാൻസ് ഇവിടെ നിൽക്കാൻ പറ്റാത്താവും. അതുപോലെ സന്തോഷം കയറും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാണ്. നമ്മുടെ ലക്ഷ്യം മുഴുവനും മഹത്വത്തെക്കുറിച്ചായിരിക്കണം. നമ്മളൊരു പ്രാവശ്യം ചിന്തിച്ചു, നിങ്ങളെല്ലാം ധാരാളം വരദാനങ്ങൾ ഉപയോഗിച്ച് വളരെ നാൾ ശുശ്രൂഷ ചെയ്തവരാണ്. ഇനി നിങ്ങളെ പ്രമോഷൻ തരുമോ ഡിമോഷൻ തരുമോ? എന്താ നിങ്ങൾക്ക് കിട്ടേണ്ടത്? പ്രമോഷനാണ്. കർത്താവിന് എപ്പോഴും പ്രമോഷനുള്ളൂ. ഇവിടെ ജോലി തരം താഴ്ത്തുന്ന പരിപാടി കർത്താവിനില്ല. പക്ഷേ ചില ആളുകൾക്ക് പ്രശ്നമുണ്ട്, തരം താഴ്ത്തപ്പെടും ചിലർ. എങ്ങനെയാണെങ്കിൽ ഇപ്പം ലൂക്ക 19-ാം അധ്യായത്തിലെ സക്കേവൂസിൻ്റെ ആ സംഭവം കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗത്ത് നമുക്ക് കാണാം ഒരു നീണ്ട വിവരണം. ഒരു പ്രഭു രാജപദവി സ്വീകരിക്കാൻ പോകുകയാണ്, രാജ്യം വിട്ടു പോവുകയാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ ദേശത്തെ പൗരന്മാരെ വിളിച്ചിട്ട് ഓരോരുത്തർക്കും ഒരു സ്വർണ്ണ നാണയം കൊടുത്തിട്ട് അത് ഉപയോഗിച്ച് അവർ വ്യവഹാരം നടത്താൻ. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പ്രഭു രാജപദവി സ്വീകരിച്ച് രാജാവായി വന്നിരിക്കുന്നു. രാജാവായി വന്നപ്പോൾ ഈ സ്വർണ്ണ നാണയം കൊടുത്ത പൗരന്മാരെ വിളിച്ചിട്ട് ഓരോരുത്തർ വന്നു. ഒരാൾ വന്നിട്ട് പറഞ്ഞു, പ്രഭു മഹാരാജാവേ, ഇതാ അങ്ങ് തന്ന ആ ഒരു സ്വർണ്ണ നാണയം ഞാൻ 10 ആക്കിയിരിക്കുന്നു. രാജാവ് എന്ത് പറഞ്ഞു? കൊള്ളാം, വിശ്വസ്തനും നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, ചെറിയ കാര്യത്തിൽ നീ വിശ്വസ്തനായത് കൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ വലിയ കാര്യം നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. എന്താണ്? 10 നഗരങ്ങളുടെ മേൽ നിനക്ക് അധികാരം നൽകും. കളക്ടർ. എത്ര നഗരങ്ങളുടെ കളക്ടർ? 10 നഗരങ്ങളുടെ. ഓക്കെ. അത് കഴിഞ്ഞ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാനത് 5 ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കൊള്ളാം, നിന്നെ 5 നഗരങ്ങളുടെ മേൽ അധികാരം നൽകി. പ്രൊമോഷനാണില്ലേ? അത് കഴിഞ്ഞ് വന്ന ഒരാൾ പറയുകയാണ്, ഞാനത് തൂവാലയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അടുത്ത ഭാഗം ഒന്ന് വായിച്ചത്? നിങ്ങളൊന്ന് വായിച്ചത് എത്രയാ വചനം? 21.
ഒന്ന് എല്ലാവരും ഒന്ന് വായിച്ചേ, നിങ്ങളുടെ തന്നെ ബൈബിളിൽ നോക്കി ഒന്ന് വായിച്ചു. എന്ത് മനസ്സിലായി ഇതിനകത്ത്? അപ്പം എന്താണ് മറ്റേ ആളും ഇയാളുമായിട്ടുള്ള വ്യത്യാസം? ഇയാൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇയാളോട് എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ പെരുമാറി? ഇയാൾക്ക് എന്തുകൊണ്ട് ഇയാളുടെ അടുത്തുണ്ടായിരുന്ന ഒരെണ്ണം കൂടി മേടിച്ച് 10 ഉള്ളവന് കൊടുത്തേക്കട്ടെ? എവിടെ എന്ത് കരുണയുള്ള കർത്താവ്? എന്താണ് ആരുടെ മനോഭാവം? മൂന്നാമത്തെ ആളുടെ. എന്താണ് ആ മനോഭാവത്തിൻ്റെ തെറ്റ്? എന്താണ് ആ മനോഭാവത്തിലുള്ള കുറവ്? ഒരു പോയിന്റ് ഭയമായിരുന്നു. പിന്നെന്താ? അലസനായിരുന്നു. അങ്ങനെ അതെല്ലാം ആയിരിക്കാം. പക്ഷേ ഈ രാജാവിനെ കുറിച്ച് വികലമായ ഒരു ധാരണയാണ് ഉണ്ടായത്. മറ്റു 2 പേർക്കും രാജാവിനെ കുറിച്ച്, അല്ലെങ്കിൽ രാജാവ് രാജ്യം വിട്ടു പോണ ആള് ചുമ്മാ ഒരു സ്വർണ്ണ നാണയം എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ നല്ലവനും ഉദാരം, എന്തോ ഒരു ഔദാര്യമാണ്. വല്ല എഴുത്തോ രേഖ ഒന്നും മേടിച്ചില്ല, ഇത് നീ വെച്ചോ. അത്രയ്ക്കുള്ള ആ വിശാലഹൃദയനായ ആ രാജാവിനെ ഇയാൾ മനസ്സിലാക്കിയത് എന്താണ്? പൂർവശാപം തരണ ഒരാളായിട്ട്. കാര്യം മനസ്സിലായോ? ഇതൊക്കെ പൂർവശാപമാണ്, ഇതൊക്കെ തിരിച്ചടിയാണ്, ഇതൊക്കെ കർത്താവിൻ്റെ ശിക്ഷയാണ്. മനസ്സിലായോ? കർക്കശക്കാരനായ പറയാണ്, എനിക്ക് അങ്ങയെ അറിയായിരുന്നു. അങ്ങൊരു കർക്കശക്കാരനും വയ്ക്കാത്തിടത്ത് എടുക്കുന്നവനും വിതയ്ക്കാത്തിടത്ത്. അപ്പോൾ ആ അറിവാണ് തെറ്റായ, അതായത് ദൈവത്തെക്കുറിച്ച് ദൈവം തരുന്ന ജ്ഞാനത്തിലൂടെ അറിയേണ്ടത് അറിയാതെ മനുഷ്യൻ തരുന്നതും മറ്റുള്ളവർ പറഞ്ഞു കേട്ടതും ആയ വികലമായ ഒരറിവ് ഉണ്ടായിരുന്നത് കൊണ്ട് അയാൾ ദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്കാളിയായില്ല. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾക്ക് ഇത് ഞാൻ നിങ്ങളെ വിമർശിക്കാൻ പറയല്ല. ഇത് ഞാൻ 25 വർഷമായി ഈ ശുശ്രൂഷയിൽ എനിക്ക് മനസ്സിലായ വലിയ രഹസ്യം, ഇന്നും നമുക്ക് ദൈവത്തിൻ്റെ അനന്തമായ കരുണയെയും സ്നേഹത്തെയും കുറിച്ച് വികലമായ ഒരു ധാരണയെ ഉള്ളൂ. ആ ധാരണ മാറ്റി കൃത്യമായ ഒരു ധാരണയിലേക്ക് നമ്മൾ വരുമ്പോൾ ആ ദൈവം തന്നെ നമ്മുടെ അകത്തുണ്ട്. നമ്മളിൽ ഭയങ്കര ഒരു തുറവിയായിരിക്കും, ഭയങ്കര വിശാലമായ ഒരു ന്യൂ ഹോറിസോൺ എന്ന് പറയും, ഒരു പുതിയ ചക്രവാളം തുറക്കപ്പെടും നമ്മളിൽ. എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹവും പ്രാർത്ഥനയും നമ്മളെല്ലാവരുടെയും വ്യക്തിപരവും പ്രാർത്ഥനാ ഗ്രൂപ്പിലും ഒരു പുതിയ ചക്രവാളം തുറക്കണം. അതിനേറ്റവും പ്രധാനമായ ഒരു ചിന്തയാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഈ ബൈബിളിൽ എഴുതാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞുകൊടുത്ത് ഈ കാര്യം വിവരിക്കാൻ വേണ്ടി എന്തോരം സ്ഥലം എടുത്തേക്കണത്.
പക്ഷെ അതിൻ്റെ സാരാംശം മുഴുവനും ആ ഒറ്റ കാര്യത്തിലാണ്. അവൻ കർക്കശക്കാരനായിരുന്നു. ഇത് വിവരിക്കാൻ വേണ്ടിയാണ്. ഈ മൂന്നാമത്തെ ആൾ പറയാണ്, എനിക്ക് നിന്നെ ഭയമായിരുന്നു, നീ കർക്കശക്കാരനാണ്. ഈ ഒരവസ്ഥയല്ലേ ഒരു പരിധിവരെ നമുക്ക് ദൈവത്തിനെ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കണേ? വാത്സല്യമുള്ള ഒരു പിതാവായിട്ട് എന്ത് തിന്മ ചെയ്താലും, നമ്മൾ എന്തെല്ലാം വലിയ വീഴ്ച വീണാലും നമ്മൾ വീഴുന്നത് പിതാവിൻ്റെ കയ്യിലാണ്. നമ്മൾ നന്നായിട്ടിരിക്കുമ്പോൾ പിതാവിൻ്റെ കയ്യിലാണ്. നമ്മൾ പാപം ചെയ്യുമ്പോഴും വീഴുമ്പോഴും എവിടെയാണ്? പിതാവിൻ്റെ കയ്യിൽ തന്നെ. പിതാവ് പറയും, മകനെ നീ എണീറ്റോ, ഞാൻ നിന്നെ താങ്ങി ഉയർത്താം. നിന്റെ പാപം കടും ചുവപ്പാണെങ്കിലും ഞാൻ അവയെല്ലാം തൂവല്ല ആക്കാം. ഒരിക്കലും ശിക്ഷിക്കാത്ത ഒരു പിതാവാണ്. നമ്മൾ സ്നേഹത്തിൽ അവനോട് ഒട്ടി നിൽക്കുകയാണെങ്കിൽ അവൻ നമ്മളെ സ്നേഹത്തിൽ അവനോട് ഒട്ടി നിൽക്കുകയാണ്. നമ്മൾ ആരാ? പഴയ നിയമത്തിലെല്ലാം സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്ന കാര്യം പറഞ്ഞത്. പുതിയ നിയമത്തിൽ നമ്മൾ ആരാ? നമ്മൾ അവിടുത്തെ മക്കളാണ്. നമ്മളവിടുത്തെ മക്കളാണ്. അപ്പോൾ ഒരുപാട് ആശയം. ഞാനും പണ്ട് തിരുരക്തം തെളിച്ച് സംരക്ഷിക്കണമെന്നൊക്കെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ശുശ്രൂഷയ്ക്ക് പോണേക്കുന്നു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ ഒരു ദിവസം കർത്താവ് പറയാം, ഇത് കുറ്റം പറയാല്ല, നമ്മൾ വളരുമ്പോൾ ഉണ്ടാവുന്ന പുതിയ ബോധ്യങ്ങളാണ്. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. അതെല്ലാവരും പറഞ്ഞേ, പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. എവിടെ എഴുതിയിരിക്കുന്നത്? വചനം ഓർക്കുന്നുണ്ടോ? വചനം ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല. 1 കൊരിന്ത്യർ 13:10 കണ്ടോ? വരദാനങ്ങളെക്കുറിച്ചുള്ള അധ്യായങ്ങളാണതെല്ലാം. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു ദിവസം പറയണേ, നീ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ എന്താണ് സ്വീകരിക്കുന്നത്? ഞാൻ അങ്ങയുടെ ശരീരവും രക്തവുമായിട്ട് അങ്ങയെ സ്വീകരിക്കുന്നു. ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ. ഇത് ഞാൻ തെളിക്കാൻ വേണ്ടിയാണോ തന്നേക്കണേ? തെളിക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഈശോ? ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്യും. അപ്പം ഈ പാനം ചെയ്യുന്ന യേശുവിൻ്റെ തിരുരക്തവും ശരീരവും അതെന്ത് സംഭവിക്കുന്നു? അത് നമ്മുടെ ജീവിതവുമായിട്ട് ലയിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൻ്റെ പുറമേ ഒന്ന് തെളിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, എങ്ങനെ പിന്നെ ഈ തെളിക്കാനുള്ള പ്രാർത്ഥന ഉണ്ടായി? അത് ചില പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർമാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. കാരണം അവർക്ക് തിരുരക്തം പാനം ചെയ്യാനില്ല. അവർ ഔദാസികമായി യേശുവിൻ്റെ സാന്നിധ്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അതാണ് പൂർണ്ണമായത് വരുമ്പോൾ അപൂർണമായോ മാറണമെന്ന് പറയണത്. അപ്പം അതെല്ലാം മാറ്റണം. ഞാനതാ പറഞ്ഞു, ഞാനും പണ്ട് അങ്ങനെ തന്നെയൊക്കെ പാടിയിരുന്നത്. പക്ഷേ തിരുരക്തത്താൽ കഴുകണമേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്, ഈശോയുടെ ആ സംരക്ഷണമല്ല, ഈശോ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കഴിഞ്ഞതിൻ്റെ ആനുകൂല്യങ്ങൾ നമ്മളിൽ അനുഭവിക്കണം. നമ്മൾ അനുഭവിക്കണം. അപ്പോൾ അത് പറഞ്ഞൊന്നുമില്ല. നമ്മളതിന് പകരം ഈശോയെ എന്നെ കഴുകണമെന്ന് പറഞ്ഞാലും മതി. തിരുരക്തം എന്ന് പറഞ്ഞാൽ എന്താ? ഈശോ ആണ്, ഇല്ലേ? എന്തുകൊണ്ടാണ് ഈ രക്തത്തിൻ്റെ രക്തം ശുദ്ധീകരണത്തിന് ഒരു ഉപകരണമായി, ശുദ്ധീകരണത്തിൻ്റെ ഒരു ഉപകരണമാണ് രക്തം എന്ന് പറയുന്നത്? പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും അനുഭവപൂർണമായ ഒന്നാണ് രക്തമെന്ന് പറയുന്നത്. ഒരു ജീവി, ഒരാട് അല്ലെങ്കിൽ ഏതൊരു ജീവി ആയാലും രക്തം വാർന്നു കഴിഞ്ഞാൽ ആ ജീവി മരിക്കും, ചത്തു.
അപ്പൊ എന്താണ് ആ ജീവിയിൽ ജീവൻ നിലനിർത്തിയിരുന്ന ഘടകം? രക്തമാണ്. ജീവൻ എവിടെ നിന്ന് വരുന്നു? ദൈവത്തിൽ നിന്ന് വരുന്നു. അങ്ങനെയാണ് പഴയ നിയമത്തിൽ അപ്പോൾ രക്തം അവർ തെളിച്ചിരുന്നു ഹിസ്സോപ്പ് കൊണ്ടവർ. അപ്പൊ ഹിസ്സോപ്പ് എന്ന് പറയുന്നത് വേറെ സോപ്പൊന്നുമല്ല. ഇതൊക്കെ പഴയ വിശദീകരണ ധ്യാനത്തിലെ തമാശകളാണ്. ഒരു ചെടുത്തി വന്നിട്ട് ചോദിക്കാൻ ആ സോപ്പ് എവിടെ കിട്ടും? എനിക്കറിയാത്ത തമാശ പറഞ്ഞതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇത്രയൊക്കെ അറിവുള്ളൂ. ഇപ്പം നമുക്ക് എങ്ങനെ അറിയാം എന്താ ഹിസോപ്പ്? അത് അവിടുത്തെ ഒരു ചെടിയാണ്. അതിൻ്റെ കമ്പെടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കും. ഇപ്പം നമ്മളിവിടെ ആണെങ്കിൽ എന്താ വല്ല എന്തിൻ്റെ കറുക വെള്ളം തളിക്കുന്ന എന്തെല്ലാം ഉണ്ടാ? ആ, നമ്മൾ വെള്ളം തളിക്കാനായിട്ട് എന്തെങ്കിലും ഇലകൾ എടുക്കും. ആ നാട്ടിൽ എന്താ രാമച്ചം ഉപയോഗിക്കും ചിലവർ, എന്തോ ആവട്ടെ. അപ്പം അങ്ങനെ നമുക്കിവിടെ അടുത്ത് കിട്ടുന്ന ചെടിയുടെ ഒരു കമ്പെടുത്തുകൊണ്ട് അത് മുക്കി വെള്ളം തളിക്കാം. ബ്രഷൊക്കെ പിന്നുണ്ടായി. എന്ന മാതിരി ഹിസോപ്പ് ചെടിയുടെ ഒരു ശാഖ എടുത്തിട്ട് മുക്കി തെളിച്ചിരുന്നു. രക്തം, ആടിൻ്റെ രക്തം തെളിച്ചിരുന്നു. ആ ഒരു സിമ്പിൾ പുതിയ നിയമത്തിൽ ബാധകമല്ല. പുതിയ നിയമത്തിൽ ഈശോ രക്തം തെളിക്കുന്നുണ്ടോ? മറിച്ച് രക്തം നമുക്ക് കുടിക്കാൻ തരികയാണ് ചെയ്തേ. ഇതൊക്കെ വിശ്വാസത്തിന് വളരാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഈശോയെ അങ്ങയുടെ രക്തം പാനം ചെയ്യുന്നു, ശരീരം ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?